സംഘപരിവാർ സംഘടിപ്പിച്ച ജ്ഞാനസഭയിൽ താൻ പങ്കെടുത്തത് വിഷയാവതരണത്തിനെന്ന് കുഫോസ് VC എ വിജുകുമാർ ന്യൂസ് മലയാളത്തോട്. താൻ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടില്ല, തന്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയായിരുന്നുവെന്നും വിജുകുമാർ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം ജ്ഞാനസഭയിൽ സാറ് പങ്കെടുത്തിരുന്നു. സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ഒരു ആരോപണമെന്ന് പറയുന്നത് RSS കാവ്യവൽക്കരണത്തിനായി സംസ്ഥാനത്തെ VC-മാരെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അങ്ങനെയല്ല, ഞാൻ അതിനകത്ത് പങ്കെടുത്തത് അതിന് സമാന്തരമായിട്ട് നടന്ന ഒരു വിദ്യാഭ്യാസ സെമിനാറിലാണ്. അത് 2 മണി മുതൽ 4 മണി വരെയാണ്. ആ സെമിനാറിനകത്ത് സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പ്രധാനപ്പെട്ട സാധ്യതകൾ എന്തൊക്കെയാണ്, കഴിവുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള വിഷയമാണ്. അതിനുശേഷമാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. 4 മണിക്ക് സർസംഘചാലക് പങ്കെടുക്കുന്ന മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പങ്കെടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉന്നത വിദ്യാഭ്യാസ സെമിനാറിലാണ്. ഈ സെമിനാറിൽ എൻ്റെ വാദം അവതരിപ്പിക്കുകയും അത് കഴിഞ്ഞ് തിരിച്ചു മടങ്ങുകയും ചെയ്തു. ഒരു വിദ്യാഭ്യാസ വിചക്ഷണം എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പറ്റി പറയുകയാണ് ചെയ്തത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഒരു മേഖല എന്ന് പറയുന്നത് ഉയർന്നു വന്നത് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഒരു പങ്കും കൂടിയാണ്. ഇതിനൊരു വലിയ പാരമ്പര്യമുണ്ട്. അപ്പോൾ ആ ഒരു പാരമ്പര്യം ഉണ്ടായത് തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസ രംഗത്തിലധികം ഒരു കാലത്ത് ഇത്രയധികം ശക്തമായി നിൽക്കാനുള്ള കാരണം ഇവിടെ വളർന്നു വന്നിട്ടുള്ള ഒരു അടിത്തറയാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസ അടിത്തറ ഉണ്ടാക്കാനായിട്ട് അതിന് പിന്നീടാണ് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ആ രീതിയിലേക്ക് വരാനായിട്ട് ആയത് എന്നുള്ളതാണ്. അതേസമയം ഇപ്പോൾ മാറി വരുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ അഭിപ്രായങ്ങൾ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് നമ്മുടെ നിലപാടുകൾ കൃത്യമായിട്ട് അറിയിക്കുക എന്നുള്ളത് എല്ലാ വൈസ് ചാൻസലർമാരുടെയും ബാധ്യതയും കൂടിയാണ്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ഒരു വലിയ ഭീഷണി എന്ന് പറയുന്നത് വിദേശ സർവകലാശാലകൾ വരാൻ പോകുന്നു, പ്രൈവറ്റ് സർവകലാശാലകൾ വരാൻ പോകുന്നു. അപ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് കൃത്യമായിട്ടുള്ള മുൻഗണന ഇവിടെ ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇനിയും കുട്ടികൾ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. സയൻസ് ഉൾപ്പെടെ എല്ലാം മാതൃഭാഷയിൽ പഠിക്കാൻ കഴിയും. അത് പാരമ്പര്യ വിജ്ഞാനത്തെ അടിസ്ഥാനമാക്കി മാത്രമല്ല, ആധുനിക ശാസ്ത്രജ്ഞവും നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ പഠിക്കാനുള്ള പ്രാവീണ്യം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വരണം. അതിന് അധ്യാപകരെയും അതുപോലെ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും അധ്യാപകർക്കും കൂടി പരിശീലനം നൽകേണ്ടുന്ന ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സെമിനാറിൽ അദ്ദേഹം പങ്കെടുത്തത് എന്നുള്ളതാണ്. അല്ലാതെ മറ്റ് അജണ്ടകളുടെ ഭാഗമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സന്ദർശനം എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.